നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 12 വെള്ളിയാഴ്ചയാണ്. നിഫ്റ്റിയിൽ ഇന്നലെ ഒരു റേഞ്ച് ബൗണ്ട് ആക്ഷനാണ് കണ്ടതെങ്കിലും തുടർച്ചയായിട്ടുള്ള 7ാമത്തെ ദിവസവും പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. 5 മാസത്തിനിടയിലെ മികച്ച ഒരു നേട്ടമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇന്നത്തെ മുഖ്യമായിട്ടുള്ള കുറച്ച് വാർത്തകൾ നോക്കാം. US താരിഫുകളുടെ ഉയർന്ന വില കാരണം കയറ്റുമതിക്കാർ RBIയോട് വായ്പാ തിരിച്ചടവുകൾക്ക് 1 വർഷത്തെ കാലതാമസമെങ്കിലും നൽകണം എന്നാവശ്യപ്പെട്ടു. മറ്റൊരു മുഖ്യമായിട്ടുള്ള വാർത്തയുള്ളത് സെബിയുടെ പ്രതിവാര കാലാവധി, അതായത് വീക്ക്ലി എക്സ്പയറി അവസാനിപ്പിക്കാനുള്ള നീക്കത്തിന് ശേഷം BSEയും ബ്രോക്കേജ് ഓഹരികളും ഇന്നലെ ഇടിഞ്ഞു. BSE ഇന്നലെ 5% ഇടിഞ്ഞത്. ഇനി ഇന്ത്യയും US തമ്മിലുള്ള വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക്. ഇന്ത്യയും US ഒരു വ്യാപാര കരാറിന് സമീപത്ത് തന്നെയാണ്. പക്ഷെ പ്രധാന തടസ്സം എന്ന് പറയുന്നത് ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതിയാണ്. ഏതായാലും വരുന്ന ആഴ്ചകളിൽ ഒരു വ്യാപാര കരാർ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കൂടാതെ ഇന്നലെ സെപ്റ്റംബർ 11 US ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം 34 പൈസ കുറഞ്ഞ് 88.44 എന്ന റെക്കോർഡ് താഴ്ന്ന നിലയിലെത്തി. വിദേശ നിക്ഷേപകരുടെ ഒഴുക്ക് തന്നെയാണ് പ്രധാനപ്പെട്ട ഇടിവിന് കാരണമായി കാണുന്നത്. ഇനി മറ്റ് സ്റ്റോക്ക് ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ ബയോകോൺ തങ്ങളുടെ ആദ്യത്തെ US നിർമ്മാണ യൂണിറ്റ് ന്യൂജേഴ്സിയിൽ തുറന്നിരിക്കുന്നു. പോസിറ്റീവായിട്ടുള്ള വാർത്തയാണ് കമ്പനിയെ സംബന്ധിച്ച്. ഇനി ഇൻഫോസിസിന്റെ ബൈബാക്കിന്റെ വാർത്തയിലേക്ക് വന്നാൽ, ഇൻഫോസിസ് ബോർഡ് ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ 18,000 കോടി രൂപയുടെ ഓഹരി തിരിച്ചു വാങ്ങലിന് അംഗീകാരം നൽകി. US വിപണിയിലേക്ക് ടെസ്ല മൈക്രോൺ ഓഹരികൾ ഉയർന്നതോടെ വ്യാഴാഴ്ച വാൾസ്ട്രീറ്റ് റെക്കോർഡ് ഉയരത്തിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതേസമയം ഓഗസ്റ്റിലെ US പണപ്പെരുപ്പം പ്രതീക്ഷിച്ചതിലും കൂടുതൽ ഉയർന്നു. 7 മാസത്തിനിടയിലെ ഏറ്റവും വലിയ കുതിപ്പാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. തൊഴിലില്ലായ്മ ഡാറ്റ സൂചിപ്പിക്കുന്നത് സമ്പദ് വ്യവസ്ഥ ഇപ്പോഴും സ്ഥിരതയുള്ളതായിട്ടാണ്. ഈ മാസം 17-ാം തീയതി നടക്കുന്ന ഫെഡറൽ റിസർവ് മീറ്റിംഗിൽ ഒരു റേറ്റ് കട്ട് ഉണ്ടാകും എന്ന കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് മാർക്കറ്റ് ഇത്രയേറെ പോസിറ്റീവായിട്ട് US റിയാക്ട് ചെയ്യുന്നത്. ഇന്നലെ S&P 500-ലെ 11-ൽ 10 സെക്ടറുകളും പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. കൂടുതൽ നേട്ടമുണ്ടാക്കിയത് മെറ്റീരിയൽസ് കൂടാതെ ഹെൽത്ത് കെയർ സെക്ടറുകളായിരുന്നു. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ്. ഇൻഫോസിസ് 0.53% നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. വിപ്രോ 0.71% ഇടിഞ്ഞു. ബാങ്കിംഗ് സൈഡിൽ ICICI ബാങ്ക് 1% ഉയർന്നപ്പോൾ HDFC ബാങ്ക് 0.48% ഉയർന്നത്. ഡോക്ടർ റെഡ്ഡി 1% നേട്ടവും ഉണ്ടാക്കി. യൂറോപ്യൻ വിപണിയിലേക്ക്. യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ കഴിഞ്ഞു. നിരക്കുകളിൽ മാറ്റം വരുത്തിയില്ല. കൂടാതെ US ഇൻഫ്ലേഷൻ ഡാറ്റയ്ക്കും ശേഷം യൂറോപ്യൻ വിപണികൾ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ $1,15,000 ട്രേഡ് ചെയ്യുന്നത്. ഗോൾഡ് പ്രൈസുകളിൽ ഇന്നലെ സ്പോട്ട് ഗോൾഡിൽ ചെറിയൊരു ഇടിവ് കണ്ടു. 0.2% ഇടിഞ്ഞത്. പക്ഷെ കേരളത്തിലെ ഗോൾഡ് പ്രൈസ് 81,040 രൂപയിലാണ്. ഈ മാസത്തെ ഉയർന്ന നിരക്ക് കൂടിയാണത്. ഓയിൽ പ്രൈസുകളിലേക്ക്. മിഡിൽ ഈസ്റ്റ് സംഘർഷം, റഷ്യ ഉക്രൈൻ യുദ്ധം എന്നിവ മൂലമുണ്ടായ വിതരണ തടസ്സങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ മറികടന്ന് US ദുർബലമായ ഡിമാൻഡും അമിതമായ വിതരണവും കാരണം വ്യാഴാഴ്ച എണ്ണവില ഇടിഞ്ഞു. ബ്രണ്ട് ഫ്യൂച്ചേഴ്സ് 1.6%, WTI 2% ഇടിഞ്ഞത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ 55% ഡിസ്കൗണ്ടോട് കൂടി ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ട് മുകളിലെ വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ ഡെയിലി മാർക്കറ്റ് ന്യൂസ് ഒത്തിരിയേറെ റെഫർ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഈ ഇൻട്രൊഡക്ഷൻ്റെ ഈ ഒരു 2-3 മിനിറ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓവറോൾ മാർക്കറ്റിനെ കുറിച്ചുള്ള ഒരു കണ്ടീഷൻ ഇപ്പോൾ അറിയാൻ കഴിയുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ചെയ്യുന്നതിൽ ഒത്തിരിയേറെ റിസ്ക് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. എല്ലാവരും പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഒക്കെ ഈ വീഡിയോസ് ഷെയർ ചെയ്യുക. നമ്മുടെ ഈ വീഡിയോയ്ക്ക് ചെറിയൊരു ലൈക്ക് കൂടി ഇപ്പോൾ തന്നെ ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി ഇന്ത്യയും US തമ്മിലുള്ള വ്യാപാര കരാർ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസിൽ വരുന്നത്. ഇരു രാജ്യങ്ങളും താരിഫ് സംബന്ധിച്ച ഒരു കരാറിനടുത്താണെന്നും അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഇത് പരിഹരിക്കപ്പെടുമെന്നും ഇന്ത്യയിലെ US അംബാസിഡർ സെർജിയോ ഗോർ പറഞ്ഞു. USഉം ഇന്ത്യയും തമ്മിലുള്ള വ്യാപാരം പ്രതിവർഷം $190 ബില്യൺ വിലമതിക്കുന്നു. ഏതായാലും ഉടൻ തന്നെ ഒരു വ്യാപാര കരാർ പുറത്തു വരും എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം കാനറ ബാങ്ക്. അതിന്റെ മ്യൂച്വൽ ഫണ്ട് വിഭാഗം സെബിയുടെ അനുമതിക്കായി ഒരു IPOയ്ക്കുള്ള പേപ്പറുകൾ സമർപ്പിച്ചു. മറ്റൊരു കമ്പനി ലോധ ഡെവലപ്പേഴ്സ് ആണ്. പലാവയിൽ ഒരു വലിയ ഡാറ്റാ സെന്റർ പാർക്ക് സ്ഥാപിക്കുന്നതിന് 30,000 കോടി രൂപയുടെ കരാറിൽ കമ്പനി ഒപ്പുവെച്ചു. അടുത്തത് ഭാരത് ഫോർജ് എന്ന കമ്പനിയാണ്. ഇന്ത്യയിലേക്ക് ഹെവി ലിഫ്റ്റ് ഡ്രോണുകൾ കൊണ്ടുവരുന്നതിനായി UK വിൻഡ്രേഴ്സുമായി പങ്കാളിത്തത്തിൽ കമ്പനി ഏർപ്പെട്ടു. അടുത്തത് കൺസോൾഡേറ്റഡ് കൺസ്ട്രക്ഷൻ കൺസോർഷ്യം എന്ന കമ്പനിയാണ്. 180 കോടി മൂല്യമുള്ള നിർമ്മാണ ഓർഡറുകൾ കമ്പനി നേടി. അടുത്തത് NBCC ഇന്ത്യ എന്ന കമ്പനിയാണ്. ജയ്പൂർ വിമാനത്താവളത്തിന് സമീപം പദ്ധതികൾ വികസിപ്പിക്കുന്നതിനായി റിക്കോയുമായി 3,700 കോടി രൂപയുടെ കരാറിൽ കമ്പനി ഒപ്പുവെച്ചു. അടുത്തത് JBM ഓട്ടോ. മഹാരാഷ്ട്ര, ആസാം, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ ബസ്സുകൾ വികസിപ്പിക്കുന്നതിന് അതിൻ്റെ ഇലക്ട്രോണിക് ബസ് വിഭാഗത്തിന് IFCയിൽ നിന്ന്
$100 മില്യൺ ധനസഹായം ലഭിച്ചു. അടുത്ത JSW ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനി 57 കോടി രൂപയ്ക്ക് ബെല്ലാരിയിൽ ഒരു റെയിൽവേ സൈസിംഗ് കമ്പനി വാങ്ങി. അടുത്ത മാരിക്കോ ഹെൽത്ത് ഫുഡ് ബ്രാൻഡായ ട്രൂ എലമെൻസിൻ്റെ ശേഷിക്കുന്ന 46% ഓഹരികൾ 138 കോടി രൂപയ്ക്ക് കമ്പനി വാങ്ങി. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇനി സ്റ്റുഡൻസിന് ആർക്കെങ്കിലും നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക് മുതൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബിഗിനേഴ്സിനായിട്ടുള്ള ബേസിക് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ആവശ്യമുള്ളവർക്ക് തൊട്ട് മുകളിലെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. എല്ലാ ഡീറ്റെയിൽസും നമ്മൾ അവിടെ പറഞ്ഞു തരാം. ഇനി ഇന്നലത്തെ FIDI ഡാറ്റയിലേക്കാണ്. FIs ഇന്നലെ 3472 കോടി രൂപയുടെ വലിയ സെല്ലിംഗ് ആണ് നടത്തിയത്. DIs ആവട്ടെ 4046 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇനി ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ചിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക്. പോസിറ്റീവിലാണ് ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം ഉള്ളത്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.64% നേട്ടത്തിൽ, സിംഗപ്പൂർ മാർക്കറ്റ് 0.10% നേട്ടത്തിൽ, ഹോങ്കോങ് മാർക്കറ്റ് 1.42% നേട്ടത്തിൽ, തായ്വാൻ മാർക്കറ്റ് 0.64% നേട്ടത്തിൽ, ചൈനീസ് മാർക്കറ്റ് 0.10% തന്നെ നേട്ടത്തിലാണുള്ളത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 67 പോയിന്റ്സ് ഉയർന്ന് 25,178 എന്ന നിലയിലാണ്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 70 പോയിന്റ്സിൻ്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഇന്ന് നമുക്ക് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. ഇന്നലെ നിഫ്റ്റി 25,000 മുകളിലായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നു. 25,006 32 പോയിന്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് വരാം. അപ്സൈഡിലെ ആ ഒരു ഫോളിംഗ് ട്രെൻഡ് ലൈൻ ഇതോടെ ബ്രേക്ക് ചെയ്ത് അതിന് മുകളിലായിട്ട് ക്ലോസിംഗ് വെച്ചിട്ടുണ്ട്. നമ്മുടെ ട്രെൻഡ് ലൈനിന് മുകളിലായി ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ക്ലോസിംഗ് വെച്ചെങ്കിലും ബുധനാഴ്ചത്തെ ആ ഒരു ഡോജി ക്യാൻഡലിന് മുകളിലായിട്ട് ഒരു ക്ലോസിംഗ് വെക്കാൻ ഇന്നലെ കഴിഞ്ഞിട്ടില്ല. ഇനി ഇപ്പോഴത്തെ ഈ ഒരു അപ്പ് മൂവ്മെൻറ്റ് നിലനിൽക്കുന്നു എന്ന് നമുക്ക് സ്ഥിരീകരിക്കുന്നതിനായിട്ട് ഇപ്പോൾ ഫോം ചെയ്തിട്ടുള്ള ഒരു ഗ്രീൻ ക്യാൻഡലിന് മുകളിലായിട്ട് ഒരു ഗ്രീൻ ക്യാൻഡിൽ കൂടി ഫോം ചെയ്യേണ്ടതായിട്ടുണ്ട്. നിഫ്റ്റി ഇതോടെ ലോവർ ഹൈ ലോവർ ലോ ഫോർമേഷൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഏതായാലും അപ്സൈഡിൽ 25,150 അതിനുശേഷം 25,230 നമ്മൾ ശ്രദ്ധിക്കേണ്ട ലെവലുകളാണ്. ഡൗൺ സൈഡിൽ നമ്മുടെ ട്രെൻഡ് ലൈനിന് താഴെയായിട്ട് ക്ലോസിംഗ് വെക്കുന്നുണ്ടോ എന്നാണ് മറ്റൊരു ശ്രദ്ധിക്കേണ്ട കാര്യമായിട്ട് വരുന്നത്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം 25,000 സ്ട്രൈക്കിൽ 60% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പാണ്. കോൾ സൈഡിൽ 5% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. 24,980 സ്ട്രൈക്കിൽ 52% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 19% ഇടിവ്, ഒരു ഷോർട്ട് കവറിംഗ് ആണ് കാണുന്നത്. 25,050 സ്ട്രൈക്കിൽ 112% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 20% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കാണുന്നത്. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് തന്നെയാണ് നല്ല ശക്തിയോടെ നിൽക്കുന്നത് എന്നാണ് കാണുന്നത്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 25,100 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 25,000 ബാങ്ക് നിഫ്റ്റിയിലേക്ക് 54,670 134 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ ആ ഒരു സോണിന് മുകളിലായിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസിംഗ് വെച്ചിട്ടുണ്ട്. എന്നിരുന്നാലും തൊട്ടുമുകളിൽ തന്നെ ആ ഒരു ഫോളിംഗ് ട്രെൻഡ് ലൈൻ വരുന്നുണ്ട്. ഈ ഒരു ട്രെൻഡ് ലൈനിന് മുകളിലായിട്ട് ഇനി ക്ലോസിംഗ് വെച്ച് കഴിഞ്ഞാൽ നല്ല പോസിറ്റിവിറ്റി ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അത്തരത്തിലൊരു ക്ലോസിംഗ് വെക്കുകയാണെങ്കിൽ അപ്സൈഡിലെ ഈ ഒരു ഏരിയ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇവിടെയാണ് ആ ഒരു ഗ്യാപ്പ് ഏരിയ വരുന്നത്. ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അവിടെ നിന്നും അതൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ടോ എന്ന് തന്നെയാണ് പിന്നീട് നമുക്ക് വാച്ച് ചെയ്യാനുള്ളത്. നിഫ്റ്റി 20-ഡേ EMAയ്ക്ക് മുകളിലായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്, പോസിറ്റീവ് തന്നെയാണ്. ഡൗൺ സൈഡിലെ സപ്പോർട്ട് സോൺ തന്നെയാണ് വീണ്ടും വാച്ച് ചെയ്യേണ്ടത്. കൂടാതെ 100 EMA വരുന്നത് 54,800 മുതൽ 54,900 വരെയുള്ള സോണിലാണ്. അപ്സൈഡിൽ ഈ ഒരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലും പുട്ട് സൈഡിലും സ്ട്രൈക്കുകൾ നോക്കുകയാണെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 55,000, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 54,500. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ 55% ഡിസ്കൗണ്ടോടുകൂടി 1,299 രൂപയ്ക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ടുമുകളിലെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. ഒത്തിരിയേറെ സ്റ്റോക്കുകളാണ് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നത്. ആ സ്റ്റോക്കുകളുടെ എല്ലാ അപ്ഡേറ്റുകൾ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലും അതുപോലെ ടെലഗ്രാം ചാനലിലും അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ആർക്കെങ്കിലും ആ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നൽകിയിട്ടുള്ളത്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.